അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് കാര്യം പറയണ്ട. അതിന് മുമ്പ് എനിക്ക് ഇത്തിരി ചായ കുടിക്കണം. നിങ്ങൾ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, ശേഷം പറയാം. ഇന്ത്യയിലില്ലേ കഞ്ചാവ് ലീഗിലാക്കണതിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്ത് പറയാനാണ്? ലീഗിലാക്കിയ പൊളിയല്ലേ മച്ചാനെ, നമ്മെ കാപ്പിയാവൂലേ, പറന്നടക്കൂലേ ഇതിങ്ങനെ. എന്താണ് അത് ലീഗിലാകാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമാണെന്നാണ് പറയണല്ലേ? ഉപകാരമൊന്നുമല്ല, അടിക്കണവർക്ക് ഉപകാരം, അടിക്കാത്തവന്മാർക്ക് ഉപകാരമല്ല. അടിക്കണവന്മാർ ഫ്ലൈ, അടിക്കാത്തവന്മാർ ഡെഡ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് പറയാനാണ്? പോടച്ചങ്ങ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ വെറുതെ ഉണ്ടാവുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാകണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? കേട്ടല്ലോ, കഞ്ചാവിൻ്റെ ഗുണഗണങ്ങളും സവിശേഷതകളൊക്കെ കേട്ടു. ഇനി കഞ്ചാവ് കൊണ്ടുള്ള വേറെയും കുറേ ഐഡിയാസ് കുട്ടികൾ പ്രസൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു പബ്ലിക് റിയാക്ഷൻ വീഡിയോയോടുള്ള ഈ പ്രതികരണം കൂടി ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. ഇന്ത്യയിലാക്കില്ലെങ്കിൽ കേരളത്തിലാക്കണം. പിള്ളേരൊക്കെ അടിച്ചു വളരട്ടെ, നല്ല അടി അടിക്കട്ടെ. അല്ല, എല്ലാവർക്കും താല്പര്യം അതാണല്ലോ. വേണ്ടാന്നുള്ള ആൾക്കാരെ കൂട്ടം കൂടുതൽ വേണമെന്നുള്ള ആൾക്കാരാണല്ലോ. ലീഗിലാക്കിയാൽ കൊള്ളാം. എഡിറ്റ് ആവാൻ പാടില്ല. എപ്പോഴെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് ഗെറ്റ് ടുഗദർ വല്ല ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അതിനെ ഒരു ലീഗിലാക്കണം, ഒരു ലിമിറ്റില്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ വരുന്നത് എങ്ങനെയാണ്? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആരാണ് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? പറയിപ്പിക്കുന്ന ആളുകളെ പബ്ലിക്കിൽ, ജനമധ്യത്തിൽ അതിശക്തമായ വിചാരണയ്ക്ക് വിധേയമാക്കണമെന്നാണ് വിസ്റ്റം യൂത്ത് വിചാരിക്കുന്നത്. അതിൻ്റെ കേരള യൂത്ത് കോൺഫറൻസ് അനൗൺസ് ചെയ്തത് തന്നെ ഇത്തരം സാമൂഹിക സാഹചര്യങ്ങളെയും നിലപാടുകളെയും ശക്തമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഈ പ്രതിയെ പലവരും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പലവരും സമൂഹത്തിൻ്റെ മുന്നിൽ, അധികാരികൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അധികാരികൾ ആരും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്ന ആളെ കൂടി, അല്ലെങ്കിൽ ആ ചിന്താധാരയെ കൂടി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. നിങ്ങൾ കണ്ടോളൂ. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്. അവിടെ പകുതിയധികം സ്റ്റേറ്റുകൾ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും. കേക്ക് കഴിക്കും, സകലതാനും റിക്രിയേഷനായിട്ട് ഇത് കൊടുക്കുന്നിടത്തായി. ഇവിടെ നിയമമുണ്ടോ? ഇവിടെ നിയമനിർമ്മാണ സഭകളുണ്ടോ? ഇവിടെ ഇത്തരം വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ ആളുകളുണ്ടോ? ഏതെങ്കിലും ആളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വരുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ ചാനൽ മൈക്കുകളും കൊണ്ട് ഓടുന്നവരും, അതിന് പിന്നാലെ കേസെടുക്കുന്നവരും, പത്രപ്രസ്താവനകൾ നടത്തുന്നവരും, ആത്മാർത്ഥമാണ് അവരുടെ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളെങ്കിൽ ഇത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കണം. നടപടിയെടുത്താലും ഇല്ലെങ്കിലും ജനകീയ കോടതിയിൽ ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. വിസ്റ്റം യൂത്ത് അതിൻ്റെ ജനകീയ വിചാരണ എന്ന പ്രോഗ്രാം തുടരുന്നു. ലിബറലിസത്തിൻ്റെ എല്ലാ ദുശ്ചെയ്തികളെയും പബ്ലിക്കിന് മുന്നിൽ വലിച്ചു കയറിക്കൊണ്ട്, അവകാശവാദമൊന്നുമല്ല, ജനകീയ വിചാരണ വിസ്റ്റം യൂത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ വീഡിയോസ് കിട്ടും. വളരെ പബ്ലിക്കായി ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തത് പാലക്കാടാണ് നടക്കുന്നത്. പാലക്കാട്ടെ ആ പരിപാടി നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നവർ പങ്കെടുക്കുക, അല്ലാത്ത ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ പരിപാടി വീക്ഷിക്കുക. ഞാൻ പറയുന്നു, ഞാൻ നടത്തിയ ഈ ഒരു പ്രതികരണത്തോടുള്ള നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായും ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.